അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തമനുസരിച്ച്, വൈജ്ഞാനിക വികാസ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സിദ്ധാന്തം അനുസരിച്ച് സമൂർത്ത ചിന്തന ഘട്ടം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ളത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജനനം മുതൽ 2 വയസ്സ് വരെ, ഓപ്ഷൻ ബി 7 മുതൽ 11 വരെ, ഓപ്ഷൻ സി 11 മുതൽ 15 വരെ, ഓപ്ഷൻ ഡി 2 മുതൽ 7 വരെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിന് ഉത്തരം എഴുതണമെങ്കിൽ പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ നമുക്കിതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുള്ളൂ. അദ്ദേഹം തൻ്റെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തെ 5 കാര്യങ്ങളായിട്ട്, 5 തട്ടുകളായിട്ട് തിരിച്ച് ഓരോ ഏജ് ലെവലിലും എത്രത്തോളം വികാസമാണ് കുട്ടികളിൽ ഉണ്ടാവുക എന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ സംസാരിക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിൻ്റെ ആ ഒരു ഘട്ടം മാത്രം നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ആൻസറിന് ശേഷം സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി 7 മുതൽ 11 വയസ്സ് വരെ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി, അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഐന്ദ്രിക ചാലക ഘട്ടം. ഇത് ആദ്യത്തെ 2 വർഷമാണ്, ജനനം മുതലുള്ള ആദ്യത്തെ 2 വർഷമാണ് ഐന്ദ്രിക ചാലക ഘട്ടം. രണ്ടാമത്തേത് ആശയാദാന പൂർവഘട്ടം. ഇത് 2 മുതൽ 4 വയസ്സ് വരെയാണ്. മൂന്നാമത് ഊഹനഘട്ടം. ഇത് 4 മുതൽ 7 വയസ്സ് വരെയാണ്. നാലാമത്തേത് 7 മുതൽ 12 വയസ്സ് വരെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തെക്കുറിച്ചാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അതായത് സമൂർത്ത ചിന്തന ഘട്ടം എന്ന് വിളിക്കുന്നത് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതാണ്, 7 മുതൽ 11 വയസ്സ് വരെ. അഞ്ചാമത്തേത് ഔപചാരിക മനോവ്യാപാര ഘട്ടം, 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെ. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് അദ്ദേഹം തൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷ സംബന്ധിച്ച യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോത്തസിസ് നിർദ്ദേശിച്ചത് ആരാണ്? യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോത്തസിസ് ഓഫ് ലാംഗ്വേജ് എന്നതിൻ്റെ പ്രയോക്താവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈവ് വൈഡോസ്കി, ഓപ്ഷൻ ബി BF സ്കിന്നർ, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ജീൻ പിയാഷെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നോം ചോംസ്കി. അദ്ദേഹമാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത്. നമ്മൾ അറബിയിൽ അത് പറയാറുള്ളത് നളരിയത്തു അൽ ഖവായിദുൽ ആലമിയ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, അതിൻ്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് നോം ചോംസ്കിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം.
താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി പദസഹചരത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഓപ്ഷൻ ഡി റവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ടെസ്റ്റ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. നമ്മൾ എങ്ങനെ കണ്ടെത്തും ഇതിൻ്റെ ആൻസർ? അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രക്ഷേപണ തന്ത്രങ്ങളെക്കുറിച്ചാണ്. 3 കാര്യങ്ങൾ പ്രക്ഷേപണ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അതുമായി ബന്ധപ്പെട്ടതാണ്. റോഷാസിൻ്റെ ഇങ്ക് ബോൾട്ട് ടെസ്റ്റ്, മുറേയുടെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, TAT എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം പ്രൊജക്റ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഒരു പ്രക്ഷേപണ തന്ത്രമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. റവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് മാനസിക ശേഷി വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രക്ഷേപണ തന്ത്രങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്നവയിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്? ഓക്കെ, നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. വികാസം ഒരു തുടർ പ്രക്രിയയാണ്. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണോ? ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണല്ലേ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൽ ഒരു ഡൗട്ടുമില്ല. കാരണം ശിശുബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങുമ്പോൾ ആരംഭിച്ച് മരണം വരെ അനുസ്യൂതം തുടരുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഓപ്ഷൻ ബി വായിക്കാം. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഘട്ടത്തിലുണ്ടാകുന്ന വികസനം തുടർന്നുള്ള വികസനത്തിൻ്റെ അടിസ്ഥാനമായി തീരുന്നു അല്ലേ. ഒരു ഘട്ടത്തിലുണ്ടാകുന്ന വികസനം തുടർന്നുള്ള വികസനത്തിൻ്റെ അടിസ്ഥാനമായി തീരുന്നു. ശരിയാണല്ലേ. അതിങ്ങനെ എന്താണ്? സഞ്ചിതമായിട്ടായിരിക്കും പോകുന്നത്. ഓരോ വികസന സവിശേഷതയും വ്യക്തിയുടെ മുൻ വളർച്ചയുടെയും അനുഭവത്തിൻ്റെയും സഞ്ചിത ഫലമാണ്. അപ്പോൾ ഈ പറഞ്ഞതും എന്താണ്? വികസന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ശരിയാണല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വായിക്കാം. വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു. ഇത് ശരിയാണോ? ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ ഇതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് മനസ്സിലാകും. അതായത് വികസനം എന്ന് പറയുന്നത്, ശരിക്കും വികസനം എന്ന് പറയുന്നത് സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നതാണ്. ഏതുപോലെ ഒരു ശിശു ആദ്യകാലത്ത് ആനന്ദം പ്രകടിപ്പിക്കുന്നത് ശരീരം ഒട്ടാകെ ചലിപ്പിച്ചുകൊണ്ടാണ്. ഒരു ചെറിയ കുട്ടിക്ക് സന്തോഷം ആനന്ദമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണത് പ്രകടിപ്പിക്കുന്നത്? ശരീരം മൊത്തം കുലുക്കിക്കൊണ്ടില്ലേ, ആകെ എന്താണ് ചലിപ്പിച്ചുകൊണ്ടായിരിക്കും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ കുട്ടി തന്നെ വലുതായി ഒരു 5, 6, 10 വയസ്സാകുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ആ സന്തോഷത്തെ ഒരു ചിരിയിൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒതുക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുന്നത്.
അതല്ലാതെ നേരെ തിരിച്ചാണോ? അല്ലല്ലോ. അതേപോലെ തന്നെ ആദ്യം കൈ ഒന്നാകെ ചലിപ്പിക്കുന്ന കുട്ടി ക്രമേണ വിരലുകൾ മാത്രം ചലിപ്പിക്കാൻ തുടങ്ങുന്നു. പ്രത്യേക കാര്യങ്ങൾക്ക് കൈകൾ ഒന്നായിട്ട് ചലിപ്പിക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? വിരലുകൾ മാത്രം ചലിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. അപ്പോൾ എന്താണ് വികാസം എന്ന് പറയുന്നത്? ജനറൽ ടു സ്പെസിഫിക് ആണ്. ഇവിടെ പറഞ്ഞത് ശരിയല്ല അല്ലേ? വികാസം സ്പെസിഫിക് ടു ജനറൽ എന്ന് പറഞ്ഞത് ശരിയല്ല. മറിച്ച് വികാസം എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ ഡി കൂടെ നമുക്ക് വായിക്കാം. വികാസം പ്രവചനീയമാണ്. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ. ഇത് ശരിയാണോ? ഇത് ശരിയാണില്ലേ? കാരണം അധ്യാപകരായിട്ടുള്ള നമുക്ക് ചില കുട്ടികൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അവരെക്കുറിച്ച് ചില കുട്ടികൾ അപൂർവമായിട്ടുള്ള പ്രതിഭ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. അവർ ഇന്ന റേഞ്ചിൽ അവർ ഭാവിയിൽ എത്തും എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അധ്യാപകന് ഒരു പക്ഷേ പറയാൻ പറ്റിയേക്കാം. അപ്പോൾ ചില കുട്ടികളുടെ കഴിവ് അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് കൂടുതൽ എന്താണ് സവിശേഷതയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ സാധിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളിലെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികളിലെ ക്രിയേറ്റിവിറ്റിയെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യൂല, ആൻസർ തെറ്റിപ്പോകുകയില്ല. കാരണം നമ്മൾ ചിന്തിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം എഴുതുകയാണ് എങ്കിൽ ഇത്തരം ആപ്ലിക്കബിൾ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ, പ്രശ്ന പരിഹരണത്തിനായി ധാരാളം അവസരങ്ങൾ നൽകും. ഓക്കെ, നല്ലൊരു തീരുമാനമല്ലേ? ഓപ്ഷൻ ബി, കുട്ടികളോട് വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ ഉള്ളിലെ സർഗാത്മകത എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരും. ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യും? അവനെ എന്താണ് കൂടുതൽ എന്താണ് അവൻ്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലേ? അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ്റെ സർഗാത്മകത ഉണരുകയാണ് ചെയ്യുക. ഇനി ഓപ്ഷൻ സി, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വതന്ത്രമായ പ്രകടനത്തിനുള്ള അവസരങ്ങൾ നൽകും. അപ്പോൾ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? ഓൾ ഓഫ് ദി എബവ്, മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്? ശരിയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സംഘപഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് തൻ്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തൽ ഏത്? സംഘപഠന പ്രവർത്തനം പ്രത്യേകം അടിവരയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ചോദ്യം വായിക്കുമ്പോൾ ഇത്തരം ചില വാക്കുകളെ അടിവരയിട്ട് കൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ്. സംഘപഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് തൻ്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത ഇവാലുവേഷനാണ് ചോദിച്ചത്. അധ്യാപകൻ്റെ വിലയിരുത്തൽ ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഓപ്ഷൻ സി, സമസംഘ വിലയിരുത്തൽ പീർ ഇവാലുവേഷൻ, പീർ ഗ്രൂപ്പ് ഇവാലുവേഷൻ. ഓപ്ഷൻ ഡി, ക്ലാസ് ടെസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഒരു അധ്യാപകൻ കുട്ടികളെ വിലയിരുത്തുമ്പോൾ എന്താണ്? ആ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട് എങ്കിൽ ആ 40 കുട്ടികളിൽ ആണ് എന്ത് ചെയ്യണത്? വിലയിരുത്തുക. അപ്പോൾ ഓരോരുത്തരും ആ ഒരു ഗ്യാങ്ങുമായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ സഹപാഠികളുമായിക്കൊണ്ട് എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അധ്യാപകന് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ സംഘപഠന പ്രവർത്തനം അധ്യാപകന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നും തിരിച്ചറിയും. ഇനി നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് എന്താണ്? പ്രൊജക്റ്റുകൾ, സെമിനാറുകൾ, അതുപോലെയുള്ള ഡിസ്കഷനുകളൊക്കെ വരാറുണ്ട് അല്ലേ? കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിടെയും എന്ത് ചെയ്യുന്നു? സമസംഘമായിട്ട് എന്താണ് അവരുമായിക്കൊണ്ടതാണ് ഇടപെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. മൂന്നാമത് സമസംഘ വിലയിരുത്തൽ, അതായത് ഗ്രൂപ്പ് തൻ്റെ കൂട്ടുകാരുമൊത്തുള്ളതാണ് സമസംഘ വിലയിരുത്തൽ. അപ്പോൾ ഈ 3 തരത്തിലും എന്ത് വരുന്നുണ്ട്? കുട്ടിക്ക് തൻ്റെ സമസംഘ പ്രവർത്തനങ്ങളിൽ തൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഓപ്ഷൻ ഡി, ക്ലാസ് ടെസ്റ്റ്. ക്ലാസ് ടെസ്റ്റിൽ
വിദ്യാർത്ഥിയുടെ അറിവ് അല്ലേ, അവൻ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം അവന് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളൊരു വിലയിരുത്തലായിരിക്കും ഉണ്ടാവുക ക്ലാസ് ടെസ്റ്റിൽ. അതല്ലാതെ തൻ്റെ സമസംഘവുമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചൊന്നും അവിടെ ചോദ്യങ്ങളായി വരുന്നില്ലല്ലോ. സംഘപഠന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം മെച്ചപ്പെട്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തൽ ക്ലാസ് ടെസ്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തേത്, ഇൻക്ലൂസീവ് സെറ്റിങ്ങിൽ പ്രത്യേക പരിഗണനയർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നേരിടാൻ പ്രയോജനപ്പെടുത്താവുന്ന രീതികൾ. പ്രത്യേക പരിഗണന അറിയിക്കുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ടുള്ള കുട്ടികളിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള അത്തരം കുട്ടികളൊക്കെ എന്താണ് ഈ ഒരു ഗണത്തിൽ വരുന്നവരാണ് അല്ലേ. അവർക്ക് എന്താണ് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ടുള്ള കുട്ടികളാണ്. ഓപ്ഷൻ എ അസിസ്റ്റീവ് ടെക്നോളജി. എന്താണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? വൈകല്യമുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമായതോ ആയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, അതിനാണ് എന്ത് പറയുന്നത്? അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുകയാണ് എങ്കിൽ വീൽ ചെയറുകൾ, വാക്കർ, ഊന്നുവടികൾ, കൃത്രിമ ഉപകരണങ്ങൾ, ഇപ്പോൾ കേൾക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കൃത്രിമമായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സുകൾ, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതെന്താണ്? ഇൻക്ലൂസീവ് സെറ്റിങ്ങിൽ എന്താണ് ഉൾപ്പെടുത്താവുന്ന രീതിയാണ് അല്ലേ. ഇനി ഓപ്ഷൻ ബി, വ്യക്തിഗത ബോധനം, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. വ്യക്തിഗത ബോധനം, അത് ശരിയല്ലേ? ഇത്തരം കുട്ടികൾക്ക് എന്താണ് അവർക്ക് വ്യക്തിഗത ബോധനം കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളത് എന്താണ്? അവരെ മാറ്റി നിർത്തി ക്ലാസ് കൊടുക്കുക എന്നല്ല. അത് ഇന്നത്തെ വിദ്യാഭ്യാസത്തോട് യോജിക്കുന്നതല്ലേ. കാരണം നമുക്കെന്താണ് ഇന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. എന്നാലും നമ്മുടെ ക്ലാസ്സിൽ ഇത്തരം കുട്ടികൾ ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? റെമഡിയൽ ടീച്ചിങ് പോലെയൊക്കെ എന്ത് ചെയ്യാം? പരിഹാര ബോധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഓപ്ഷൻ സി, പാഠ്യപദ്ധതി അനുരൂപീകരണം, കരിക്കുലം അഡാപ്റ്റേഷൻ. അവർക്ക് കൂടെ പൊരുത്തപ്പെടാവുന്ന തരത്തിലുള്ള കരിക്കുലത്തെ എന്ത് ചെയ്യുക? നമ്മൾ ഫോം ചെയ്യുക. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ, നമ്മുടെ പഠനത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഇത്തരം സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായി വരുന്ന കുട്ടികളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കരിക്കുലം ഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടെ പൊരുത്തപ്പെടാവുന്ന രൂപത്തിലുള്ള കരിക്കുലത്തെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അതാണ് പാഠ്യപദ്ധതി അനുരൂപീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. മേൽ പറഞ്ഞവയെല്ലാം എന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റിജുവിന് തൻ്റെ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിനോട് കടുത്ത ആരാധനയാണ്. താരത്തിൻ്റെ സ്റ്റൈൽ, സ്വഭാവ സവിശേഷത എന്നിവ അവൻ അനുകരിക്കുന്നു. റിജു പ്രകടിപ്പിക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? ഇത് ഏത് ചോദ്യമാണ്? ഏത് ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്? നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും അല്ലേ. ഇത് ഡിഫൻസ് മെക്കാനിസവുമായി വരുന്ന, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താം. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യാം? വിശദീകരിക്കാം. വിശദമായിട്ടുള്ള വിശദീകരണം നമുക്ക് ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നടത്തുകയും ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ, താദാത്മീകരണം. താദാത്മീകരണം എന്നതിൻ്റെ ഇംഗ്ലീഷ് ഐഡൻറ്റിഫിക്കേഷൻ. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, യുക്തീകരണം. അതിൻ്റെ ഇംഗ്ലീഷ് റാഷണലൈസേഷൻ. ഓപ്ഷൻ സി, പ്രക്ഷേപണം, പ്രൊജക്ഷൻ. ഓപ്ഷൻ ഡി, ദമനം, റിപ്രഷൻ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, താദാത്മീകരണം ആണ്. ഐഡൻറ്റിഫിക്കേഷൻ, താദാത്മീകരണം ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്.
അപ്പോൾ താദാത്മീകരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരാളോടുള്ള അമിതമായിട്ടുള്ള നമ്മുടെ ഇഷ്ടം അതെന്താണ്? അദ്ദേഹത്തെ അനുകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് സ്വീകരിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ ബി എന്താണെന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. യുക്തീകരണം എന്ന് പറഞ്ഞാൽ റാഷണലൈസേഷൻ. എന്താണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുക. ഇതിനാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അത് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമാണെന്ത്? പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. കുറുക്കന് മുന്തിരിങ്ങ കിട്ടാതിരുന്നപ്പോൾ എന്ത് പറഞ്ഞു? മുന്തിരിങ്ങ പൊളിച്ചതാണ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ഒരു ശൈലിയാണ് എന്ത്? റാഷണലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശദമായ ക്ലാസ് നമ്മുടെ ചാനലിൽ ഉണ്ട്. ഇനി രണ്ടാമത് വന്നിരിക്കുന്നത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്ഷേപണം അല്ലേ? ഇതും സ്വന്തം ബലഹീനത മറ്റുള്ളവരിൽ ആരോപിക്കലാണ്. സ്വന്തം ബലഹീനത മറ്റുള്ളവരിൽ എന്ത് ചെയ്യുന്നു? ആരോപിക്കുന്നു. അതിന് ഉദാഹരണം എന്താണ്? പെനാൽറ്റി കിക്ക് മിസ്സാക്കിയ കളിക്കാരൻ തൻ്റെ ബൂട്ടിലേക്ക് നോക്കുന്നത്. അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ ബോള് ക്യാച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു? തൻ്റെ ബാറ്റിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ പിന്മാറിപ്പോകുന്നത്. ഇതൊക്കെ എന്താണ്? പ്രൊജക്ഷനുള്ള ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നിരാശയിൽ നിന്ന് സ്വയം മോചിതനാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തരം എന്താണ്? ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി അവസാനം വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി, ദമനം, റിപ്രഷൻ. എന്താണ് റിപ്രഷൻ എന്ന് പറയുന്നത്? വേദനാജനകമായ അനുഭവങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ. ഇതാണ് റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, അദ്ദേഹവുമായി നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ വലിയൊരു അപകടത്തിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരണപ്പെടുകയാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ച്. ആ ഒരു കാര്യം അത് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മറക്കാൻ പറ്റൂല അല്ലേ? അത് നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? തള്ളിവിടുകയാണ് അല്ലേ? അതൊരിക്കലും ഓർക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. ആ സ്ഥലത്തേക്ക് വീണ്ടും ഒന്ന് പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിട്ടുള്ള അബ്യൂസിലെ പലതരത്തിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറക്കാൻ വേണ്ടി നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നു. ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിത്വ സമീപനങ്ങളിൽ മനുഷ്യൻ്റെ ശരീരപ്രകൃതിക്ക് പ്രാധാന്യം നൽകിയത് ഏത്? ഓപ്ഷൻ എ ട്രൈറ്റ് സമീപനം, ട്രൈറ്റ് അപ്രോച്ച്, ടൈപ്പ് സമീപനം. ഓപ്ഷൻ സി മനോവിശ്ലേഷണ സമീപനം. ഓപ്ഷൻ ഡി വ്യവഹാരവാദ സമീപനം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടൈപ്പ് സമീപനം. ഈ അപ്രോച്ചിലാണ് മനുഷ്യൻ്റെ ശരീരപ്രകൃതിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഭൗതിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവുകുറവും ഡാഷ് കുട്ടികളുടെ സവിശേഷതകളാണ്. ഭൗതിക പിന്നോക്കാവസ്ഥ, ഇൻ്റലക്ച്വൽ സബ് നോർമാലിറ്റി, ഇൻ്റലക്ച്വൽ സബ് നോർമാലിറ്റി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതേപോലെ പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവ്, ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ, ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ. ഇത് രണ്ടും ഡാഷ് കുട്ടികളുടെ സവിശേഷതകളാണ്. ഓപ്ഷൻ എ ബുദ്ധിമാന്യമുള്ള, ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്. ഓപ്ഷൻ ബി പഠന വൈകല്യമുള്ള, ലേണിംഗ് ഡിസേബിൾഡ്. ഓപ്ഷൻ സി കേൾവി വൈകല്യമുള്ള, ഹിയറിംഗ് ഇംപേർഡ്.
ഓപ്ഷൻ ഡി കാഴ്ച പരിമിതിയുള്ള വിഷ്വലി ഇമ്പേർഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം ഇൻ്റലക്ച്വൽ സബ് നോർമാലിറ്റി, ബൗദ്ധിക പിന്നോക്കാവസ്ഥ വരുന്നത് ആർക്കായിരിക്കും? ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ സവിശേഷതയാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ മികച്ച പ്രകടനങ്ങളുടെ തിരഞ്ഞെടുത്ത ശേഖരത്തെ വിശേഷിപ്പിക്കാവുന്നത്? ഓപ്ഷൻ എ അനക്ഡോട്ടൽ റെക്കോർഡ്, ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ഡി ലോഗ് ബുക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് പോർട്ട്ഫോളിയോ? ലളിതമായി പറയുകയാണ് എങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ ഫയൽ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ സ്വഭാവം, ഇതെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് എന്ത്? പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുട്ടിയുടെ പഠനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, വർക്ക് ഷീറ്റുകൾ തുടങ്ങി കുട്ടികളുടെ പഠനം സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്തിരിക്കും? രേഖപ്പെടുത്തിയിരിക്കും. പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വരുന്നതാണ് നോട്ട്ബുക്ക്, മറ്റു രചനകൾ, സർഗാത്മക സൃഷ്ടികൾ, വർക്ക് ഷീറ്റുകൾ. ഇതെല്ലാം പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മറ്റു കാര്യങ്ങൾ, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ലോഗ് ബുക്ക്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ടെല്ലാ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ ഇടയ്ക്കിടെ അസാധാരണ ചോദ്യങ്ങൾ ചോദിക്കുകയും പഠന പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ ഏത് ഗണത്തിൽപ്പെടുത്താം? വളരെ രസകരമായൊരു ചോദ്യം അല്ലേ. അതായത് ഇത്തരം കുട്ടികളുണ്ടാവും നമ്മുടെ ക്ലാസ്സിലൊക്കെ അല്ലേ. അവരെന്ത് ചെയ്യുന്നു? അസാധാരണമായ ചോദ്യം, നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രശ്നം കിട്ടിയാൽ അതിന് പുതിയ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് ഏത് ഗണത്തിൽ ഉൾപ്പെടുത്താം? ഓപ്ഷൻ എ താഴ്ന്ന പഠന നേട്ടമുള്ളവർ, ഓപ്ഷൻ ബി ഉയർന്ന പഠന നേട്ടമുള്ളവർ, ഓപ്ഷൻ സി സർഗാത്മകതയുള്ളവൻ, ക്രിയേറ്റിവിറ്റി ഉള്ളവൻ എന്ന് പറയാം, ഓപ്ഷൻ ഡി ബൗദ്ധിക പിന്നോക്കാവസ്ഥ ഉള്ളവൻ, ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സർഗാത്മകതയുള്ളവൻ അല്ലേ. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് പുതിയ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കും, ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് എന്നെന്ത് ചെയ്യാം, അവനെക്കുറിച്ച് നമുക്ക് പറയാം. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം. ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? ഓപ്ഷൻ എ അധ്യാപികയുടെ അംഗീകാരം. അധ്യാപികയുടെ അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ നല്ലതുപോലെ സ്വാധീനിക്കില്ലേ. കുട്ടികളെ അംഗീകരിക്കുക, കുട്ടികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, ഇതൊക്കെ എന്താണ്? കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഓപ്ഷൻ ബി കൂട്ടുകാരുടെ സ്വാധീനം. ഇതും ശരിയാണല്ലേ. ഓപ്ഷൻ സി രക്ഷാകർതൃത്വ രീതികൾ എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് സ്റ്റൈൽസ്. ഇതും എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ ആത്മാഭിമാനത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ഓപ്ഷൻ ഡി സാമൂഹിക സാമ്പത്തിക നിലവാരം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഇതിൽ ഏതാണ് കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സാമൂഹിക സാമ്പത്തിക നിലവാരത്തെ അപേക്ഷിച്ച് മറ്റ് 3 കാര്യങ്ങളും എന്താണ്? കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കൂടുതൽ എന്താണ്? സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഡി ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ,
അവനവനെ അറിയുക എന്ന ആശയം ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോ ഓൺ സെൽഫ്, അവനവനെ അറിയുക. ഇത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബഹുമുഖ ബുദ്ധി ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ പലതരത്തിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ഘടകവുമായിട്ടാണ് അവനവനെ അറിയുക എന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ വ്യക്ത്യാന്തര ബുദ്ധി. വ്യക്ത്യാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. വ്യക്ത്യാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി അന്തർവൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ആദ്യത്തേത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്, രണ്ടാമത്തേത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി ഭാഷാപര ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി സാമൂഹ്യ ബുദ്ധി, സോഷ്യൽ ഇൻ്റലിജൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻ്റലിജൻസുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതിൽ വിഷ്വൽ ഇൻ്റലിജൻസ്, ദർശന സ്ഥലപരിമാണ ബോധ ബുദ്ധിശക്തി, അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, നമ്മുടെ ഓപ്ഷനിൽ വന്ന വാചിക ഭാഷാപരമായ ബുദ്ധിശക്തി, അതേപോലെ തന്നെ യുക്തി ചിന്തന, ഗണിത ബുദ്ധിശക്തി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ബോഡിലി കൈനിസ്റ്റിക് ഇൻ്റലിജൻസ്, കായിക ചാലക ബുദ്ധിശക്തി, അതേപോലെ സംഗീതാത്മക താളാത്മക ബുദ്ധിശക്തി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ആത്മദർശന ബുദ്ധിശക്തി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, പ്രകൃതി ബന്ധിത ബുദ്ധിശക്തി, നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ആൻസർ ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അന്തർവൈയക്തിക ബുദ്ധിശക്തി, അതല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇത് സ്വന്തം പ്രവർത്തനങ്ങളെ യുക്തിപൂർവം പുനഃപരിശോധിക്കാനും സ്വന്തം ആന്തരികാവസ്ഥ കണ്ടറിയാനുമുള്ള ശേഷിയാണ്. ഇത് ഉയർന്ന നിലവാരത്തിലുള്ള പഠിതാക്കൾ തങ്ങളുടെ ആന്തരിക വികാരങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ശക്തി ദൗർബല്യങ്ങളെയും യുക്തിപൂർവം പുനഃപരിശോധിക്കും. അവർ ആരോഗ്യകരമായ ആത്മബോധം വളർത്തും. അപ്പോൾ അതിനൊക്കെ അത്തരം ആളുകൾക്കുള്ള ബുദ്ധിശക്തിയാണ് എന്ത്? ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തം ബലങ്ങളും ബലഹീനതകളും തിരിച്ചറിയുക, തങ്ങളെ തന്നെ യുക്തിപൂർവം വിലയിരുത്തുക, അപഗ്രഥിക്കുക, തങ്ങളുടെ ആന്തരിക വികാരങ്ങളെപ്പറ്റി ബോധവാന്മാരാവുക, സ്വന്തം ചിന്താശൈലിയെ വിലയിരുത്തുക, തങ്ങളോട് തന്നെ യുക്തിവാദം നടത്തുക, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ പങ്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? ഇത്തരം ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളുടെ സവിശേഷതകളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിയുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് വൈഡോസ്കിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭാഷാവികാസവുമായി ബന്ധപ്പെട്ട് വൈഡോസ്കിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ 1.5 വയസ്സിന് ശേഷം കുട്ടിയുടെ ഭാഷാവികാസവും ചിന്താവികാസവും ഒന്നിക്കുകയും കുട്ടി ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി കുട്ടിയുടെ ഭാഷാവികാസവും ചിന്താവികാസവും ജീവിതാവസാനം വരെ സ്വതന്ത്രമായി സംഭവിക്കുന്നു. ഓപ്ഷൻ സി ഭാഷാവികാസവും ചിന്താവികാസവും സമാന്തരമായി സംഭവിക്കുന്നു. ഓപ്ഷൻ ഡി ഭാഷാവികാസം ചിന്താവികാസത്തെ സ്വാധീനിക്കുന്നില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1.5 വയസ്സിന് ശേഷം കുട്ടിയുടെ ഭാഷാവികാസവും ചിന്താവികാസവും ഒന്നിക്കുകയും കുട്ടി ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ചിന്തയുടെ സംഘാടനത്തിനുള്ള മുഖ്യ ഉപാധിയാണ് ഭാഷ. 2 വയസ്സ് വരെ ചിന്തയും ഭാഷയും സമാന്തരമായാണ് വികസിക്കുന്നത്. എന്നാൽ 2 വയസ്സിന് ശേഷം ഇവ രണ്ടും സംയോജിക്കുന്നു. അതോടെ ഭാഷാശേഷിയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ദൃശ്യമാകുന്നു. ഭാഷ ഏറ്റവും കരുത്തുള്ള സാംസ്കാരിക ഉപകരണമാണ്. അതുകൊണ്ട് ഭാഷാ വികാസം മറ്റു മേഖലകളിലുള്ള വികാസത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. ഭാഷയുടെ വികാസത്തിൽ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇതെല്ലാം വൈഡോസ്കിയുടെ ഭാഷാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ്. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്കൊരു 15 ചോദ്യങ്ങൾ കൂടെ വായിക്കാനുണ്ട്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു എവരിബഡി.